യമണ്ടൻ എന്ന വാക്ക് നാം പല സന്ദർഭങ്ങളിലായി ഉപയോഗിക്കാറുണ്ട്. വലിപ്പത്തെയും അലങ്കാരത്തെയും കുറിച്ചൊക്കെ പറയാൻ യമണ്ടൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഈ യമണ്ടൻ എന്ന വാക്കിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് യമണ്ടൻ എന്ന വാക്ക്. ജർമ്മനിയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു നഗരത്തിന്റെ പേരാണ് എംഡൻ. അവിടുത്തെ പ്രാദേശിക ഭരണകൂടവും പ്രദേശവാസികളും ഒക്കെ ചേർന്ന് 1910 ഒരു യുദ്ധക്കപ്പൽ നിർമ്മിച്ച് ജർമ്മനിയിലെ പട്ടാളത്തിന് സംഭാവന ചെയ്തു. അതുകൊണ്ട് ആ കപ്പലിനും ആ പേര് തന്നെ നൽകി, SMS എംഡൻ. ആവി എഞ്ചിൻ ഉപയോഗിക്കുന്ന ജർമ്മൻ യുദ്ധക്കപ്പലുകളുടെ ശ്രേണിയിലെ അവസാന കണ്ണിയായിരുന്നു ഈ കപ്പൽ. അന്നത്തെ എല്ലാ കപ്പലുകൾക്കും 3 പുകക്കുഴലുകളായിരുന്നെങ്കിൽ ഈ കപ്പലിന് 4 പുകക്കുഴലുകൾ ഉണ്ടായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും റഷ്യക്കാർക്കും ഒക്കെ തലവേദന സൃഷ്ടിച്ച ഒരു യുദ്ധക്കപ്പലാണ് എംഡൻ. എംഡന് ഇന്ത്യയുമായും കേരളവുമായും പ്രത്യേകിച്ച് തിരുവനന്തപുരവുമായും ബന്ധമുണ്ട്. ഈ കപ്പൽ ആദ്യമായി നങ്കൂരമിടുന്നത് ലക്ഷദ്വീപിനും കോഴിക്കോടിനും മധ്യയാണ്. ആ കപ്പൽ അവിടെ നിന്നും കൊച്ചിയിലെത്തി. ആ കപ്പലിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ചെമ്പകരാമൻ പിള്ള. തിരുവനന്തപുരത്തുകാരനായ അദ്ദേഹം ജർമ്മനിയിൽ പോവുകയും അവിടെ നിന്നും ജർമ്മൻ ഭാഷ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടുകയും അവിടെ തന്നെ പത്രപ്രവർത്തനം നടത്തി അവിടുത്തെ ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹം എടുത്ത ഒരു തന്ത്രം ശത്രുവിന്റെ ശത്രു മിത്രം എന്നതായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യയുടെ ശത്രു ബ്രിട്ടൻ ആയിരുന്നു. ബ്രിട്ടന്റെ ശത്രു ജർമ്മനി ആയിരുന്നു. അതുകൊണ്ട് ജർമ്മനിയെ സഹായിച്ച് ബ്രിട്ടനെ തകർത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ സഹായിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ചെമ്പകരാമൻ പിള്ളയുടേത്. അങ്ങനെ ജർമ്മനിയെ സഹായിക്കുന്നതിനായി അദ്ദേഹം കൊച്ചിയിൽ വന്നിറങ്ങി കൊച്ചി രാജാവിനെ കാണുകയും അദ്ദേഹത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. എംഡൻ കപ്പൽ വീണ്ടും യാത്ര തുടർന്ന് കന്യാകുമാരി ചുറ്റി മദ്രാസിലെത്തി. 1914 സെപ്റ്റംബർ 22 ബ്രിട്ടന്റെ ഏറ്റവും വലിയ പെട്രോളിയം കമ്പനിയായ ബർമ ഷെല്ലിന് തീയിട്ടു. ഇന്ത്യ കണ്ട ഏറ്റവും വലുതും നടക്കുന്നതുമായ ഒരു തീപിടുത്തമായിരുന്നു അത്. ആ കാലഘട്ടത്തിൽ തന്നെ എംഡൻ 14ഓളം കപ്പലുകളെ കടലിൽ മുക്കിക്കളഞ്ഞിരുന്നു. ശത്രുനിരയുടെ കണ്ണ് വെട്ടിച്ച് വിജയകരമായി കടന്നാക്രമണം നടത്തുന്ന എംഡൻ എന്ന കപ്പലിനെ പ്രതിരോധിക്കാനായി ഓസ്ട്രേലിയയിൽ നിന്നും ഒരു കപ്പൽ വരികയും വെടിയുതിർത്തുകൊണ്ട് കപ്പലിനെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അതിലെ കപ്പിത്താൻ കരയിലേക്ക് കപ്പൽ ഇടിച്ചു കയറ്റി രക്ഷപ്പെടുകയും ചെയ്തു. എങ്കിലും അതിൽ പലരും മരിക്കുകയും അനേകം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എംഡൻ കപ്പലിന്റെ കപ്പിത്താന്മാരിൽ ഒരാളായിരുന്നത് ചെമ്പകരാമൻ പിള്ളയാണെന്ന് പറയപ്പെടുന്നു. ചെമ്പകരാമൻ പിള്ളയിലൂടെ എംഡൻ മലബാറിലും മധ്യ കേരളത്തിലും തിരുവിതാംകൂറിലും ഒക്കെ അറിയപ്പെടാൻ തുടങ്ങി. ജർമ്മനിയിലെ ഒരു ഗ്രാമത്തിന്റെ പേരിൽ നിന്നും കപ്പലിലൂടെ ഇന്ത്യയിലെത്തുകയും അതുവഴി കേരളത്തിലെത്തുകയും ബ്രിട്ടീഷുകാരുടെ പേടി സ്വപ്നമായി മാറുകയും അനേകം നാശം വിതയ്ക്കുകയും ചെയ്ത എംഡൻ എന്ന വാക്കിനെ അധിക വലിപ്പത്തെയും ഭംഗിയെയും അധികമായ ആർഭാടത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരു വാക്കായി ഉപയോഗിച്ചു. അങ്ങനെ കാലക്രമേണ എംഡൻ എന്ന വാക്ക് യമണ്ടൻ എന്ന ഭാഷാ ശൈലിയായി മാറി.